ഹേയ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ഓബൈ വർഷ. ഒരു പുതിയ ബ്രാൻഡ് ന്യൂ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എവിടെയാണ് പോണതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. നിങ്ങൾ എന്നെ കൊല്ലും. എൻ്റെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലാൻ ചാൻസ് ഉണ്ട്. ഇന്ന് ഞാൻ വീണ്ടും മൂക്കുത്താൻ പോവാണ്. സോ എനിക്ക് ലാസ്റ്റ് ടൈം ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് താഴെ കുത്തിയമാതിരി എനിക്ക് ഫീൽ ചെയ്തു. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അത് ഊരിയിട്ട് 2 മാസം അത് ഉണങ്ങാനായിട്ട് ഒന്ന് സെറ്റിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ടൈം കൊടുത്തിട്ടാണ് ഇപ്പം ഞാൻ രണ്ടാമത് കുത്താൻ പോകുന്നത്. ഇത് ഒരു 6ാമത്തെ പ്രാവശ്യമോ മറ്റോ ആയിരിക്കും ഇത് കുത്താൻ പോകുന്നത്. 6 7 പ്രാവശ്യം കഴിഞ്ഞാൽ ഇത് കുത്താൻ പോണു. അപ്പം ഇപ്രാവശ്യമെങ്കിലും ഇത് കുറച്ച് കാലം ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷയോടെ ഞാൻ കുത്താൻ പോവാണ്. അപ്പോൾ ഞാൻ തൃശ്ശൂരുള്ള ജോസിലേക്കാണ് ഞാൻ കുത്താൻ പോകുന്നത്. എന്തിനാ ഇത്രയും ദൂരം പോയിട്ട് നിങ്ങൾ കുത്തണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടാവും. വേറെ ഒന്നുമല്ല, ഞാൻ കോയമ്പത്തൂരിൽ തന്നെ എനിക്കറിയാവുന്നൊരു ജോണേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഏട്ടനുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനെ ഞാൻ ഇന്നലെ വിളിച്ചു ചോദിച്ചപ്പോൾ ആൾ കോയമ്പത്തൂരിലുള്ള ആളാണ്. കോയമ്പത്തൂരിലെ മാനേജറായിരുന്നു ജോസിൽ. അപ്പോൾ ഇപ്പോൾ നൗ ഹീ ഈസ് വർക്കിംഗ് ട്രിവാൻഡ്രം ബ്രാഞ്ചിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇന്നലെ വിളിച്ചു, ചേട്ടാ ഇതേമാതിരി ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ആൾ ഇന്നലെ രാത്രി തന്നെ അത് ട്രിവാൻഡ്രത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് അയാൾ എത്തിപ്പിച്ചു. ആ ചേട്ടൻ രാവിലെ ആകുമ്പോഴേക്കും സാധനം അവിടെ ഉണ്ട്. ഇപ്പം രാവിലെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ 2 ദിവസം ലേറ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ 2 ദിവസം ഒന്നും ലേറ്റ് ആയില്ല. ആൾ രാവിലെ തന്നെ സംഭവം എത്തിച്ചു. അപ്പം എനിക്ക് എന്ന് വെച്ചാൽ അപ്പം എനിക്ക് തോന്നി എന്തായാലും കുത്തണം. ഇത് ഒരാഴ്ചയാണ് അല്ലെങ്കിൽ 3 ദിവസം. അങ്ങനെ യൂഷ്വലി നമ്മൾ ആരോട് ചോദിച്ചാലും അതൊരു 3 ദിവസം ആവോട്ട് എത്താൻ അല്ലെങ്കിൽ ഒരാഴ്ച ആവോട്ട് എത്താൻ. അങ്ങനെയൊക്കെ ഞാൻ 3 ദിവസം ഒരാഴ്ചയൊക്കെ ഡിലേ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനത് ക്യാൻസൽ ചെയ്തായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ ചോദിച്ചു. അപ്പം തന്നെ ഇമ്മീഡിയറ്റ്ലി പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്തു. അത് ഇന്നലെ തന്നെ എത്തിപ്പിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും ആക്ച്വലി സന്തോഷമായി. അങ്ങനെയുള്ള ആൾക്കാരെ വേണം. എവിടെയാണെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്കും പോയി മേടിക്കാനായിട്ട് എത്ര ദൂരമാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ പുള്ളിക്കാരൻ കുറേ കാലമായി പറയണം എൻ്റെ അടുത്ത്, ട്രിവാൻഡ്രത്തേക്ക് വരുമ്പോൾ നീ എന്തായാലും അങ്ങോട്ട് വരണം എന്നൊക്കെ, പോയി എടുക്കണം എന്നൊക്കെ. അപ്പോൾ പണ്ടൊക്കെ ഞാൻ ഒരുപാട് സ്വർണ്ണങ്ങൾ എടുക്കുമായിരുന്നു. ഇപ്പം ഞാൻ കുറച്ച് ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് അധികം ഞാൻ ഗോൾഡ് എടുക്കാറില്ല. അപ്പോൾ എന്തായാലും ട്രിവാൻഡ്രം പോയിട്ട് പുള്ളിക്കാരൻ്റെ സ്റ്റോറിൽ നിന്ന് എനിക്ക് എടുക്കണം എന്നുണ്ട്. അപ്പോൾ ലെറ്റ്സ് സീ. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഞാനിവിടെ തൃശ്ശൂരിലുള്ള ജോസിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് എൻ്റെ കലാവിരുന്നുകൾ കാണാൻ പോയിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും പറഞ്ഞു. അമ്മ ഇന്നലെ ഫുള്ള് ദേഷ്യത്തിലായിരുന്നു. എന്താ പറയാ, 6 പ്രാവശ്യം കുത്തിയ ആളെ വീണ്ടും വീണ്ടും കുത്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത് മടിച്ചിയാണ് അവിടെ. ഇത് വന്നു എന്ന് പറഞ്ഞോണ്ട് കുത്താ. എനിക്ക് ചെറിയ എന്തെങ്കിലും ഒരു വേദന വന്നാൽ തന്നെ ഞാൻ സഹിക്കാത്ത ഒരാളാണ്. അപ്പം അമ്മ ഇസ് ലൈക്ക് വെരി മച്ച് ദിസ് തിങ്, നിനക്ക് എങ്ങനെ ഇത്രയും വേദനകൾ സഹിക്കാൻ പറ്റണം എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മ ഭയങ്കര ഇതിലാണ്. അപ്പോൾ പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, കുത്തണം നല്ല ആഗ്രഹമാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ എനിക്കത് സൂട്ടാവുന്നുണ്ടോ എന്നൊരു ഡൗട്ടാണ്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ എന്തായാലും അത് കുറച്ച് കാലത്തേക്കെങ്കിലും ഞാൻ വെക്കണമെന്ന് ഒരാഗ്രഹമുണ്ട് എനിക്ക്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി രാവിലെ എത്തിന്നാ പറഞ്ഞത്. ഇപ്പോൾ ഓൾറെഡി 12:15 നമ്മളപ്പോൾ അവിടെ എത്ര മണിക്ക് എത്തുന്നതെന്ന് അറിയില്ല. അപ്പം ഞാൻ അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം, ഉഷാറായിട്ട് കാണിച്ചു തരാം. സീ യു ഗൈസ്. നമ്മൾ ഭയങ്കരമായിട്ട് വിശന്നിട്ട് നമ്മൾ അക്ഷയ ഹോട്ടലിലാണ്. അപ്പോൾ എൻ്റെ ഫുഡ് വന്നു. ഞാൻ ഓർഡർ ചെയ്തത് ചെറിയ ഫിഷ് ഫ്രൈയും പിന്നെ ഫിഷ് മീൽസും. ഇത് നമ്മുടെ ബ്രോക്കലി ഡ്രാഗൺ. ഇവൻ ഓർഡർ ചെയ്തത് പ്രോൺസ് ബിരിയാണി. ചേട്ടാ കേട്ടോ, മതി ചേട്ടാ, താങ്ക് യു. അപ്പം ഞാൻ വേഗം കഴിക്കട്ടെ. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ നമ്മൾ ജോസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമായില്ലേ ഫുഡ്? അമ്മ പ്യുവർ വെജിറ്റേറിയനാണ്. അപ്പോൾ ആൾ നോൺ വെജൊന്നും കഴിക്കില്ല. അതുകൊണ്ട് തന്നെ വീട്ടിലും വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ എന്തെങ്കിലും നോൺ വെജ് എനിക്ക് ക്രേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇതേമാതിരി വല്ല ഹോട്ടലിലോ പോയി കഴിക്കേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക്.
അയ്യോ തൃശ്ശൂർ എന്തൊരു ട്രാഫിക്കാ ദൈവമേ. നമ്മൾ രാവിലെ രാവിലെ അല്ല, ആക്ച്വലി ഉച്ചയ്ക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരു 12:15 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2:30 മണിയായി. അപ്പോൾ നല്ല ഫുഡായിരുന്നു. എനിക്ക് ഫുഡിന് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഭയങ്കര ആക്രാന്തായതുകൊണ്ട്. എനിക്ക് ഫിഷ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ആക്രാന്തമാണ്. അപ്പം അമ്മയ്ക്ക് തീരെ പിടിക്കണില്ല ഞാൻ ഫിഷ് കഴിക്കണമെന്നുണ്ട്. പിന്നെ അമ്മ അങ്ങനെ വീട്ടിൽ എനിക്ക് ഉണ്ടാക്കി തരണമെന്ന് ഞാൻ പറഞ്ഞ് ശല്യം ചെയ്യാത്തതുകൊണ്ട് എന്തെങ്കിലും ആവട്ടെ, എവിടെയെങ്കിലും പോയി കഴിക്കട്ടെ എന്നുള്ള വിചാരിച്ചുകൊണ്ട് പിന്നെ അധികം ഇതാക്കില്ല. സാധാരണ അമ്മയ്ക്ക് ഞാൻ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോവുകയാണെങ്കിൽ, അതായത് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ മാത്രമേ നമ്മൾ പോകാറുള്ളൂ അമ്മ ഉണ്ടെങ്കിൽ. സോ അപ്പോൾ ഇവിടെ വന്നത് തന്നെ വലിയ കാര്യം. ഫുഡ് ഈസ് റിയലി ഗുഡ്. ഞാൻ കഴിച്ചത് മീൽസും ഫിഷ് മീൽസും പിന്നെ ഫിഷ് ഫ്രൈയും. അമ്മ കഴിച്ച് ഡ്രാഗൺ ബ്രോക്കലി പിന്നെ മോമോസ് എന്തോ അങ്ങനെ എന്തോ. ഇവൻ കഴിച്ചത് പ്രോൺസ് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ട്രാഫിക് ഉണ്ട്. നമ്മൾ എപ്പോൾ എത്തുന്നത് എനിക്കറിയില്ല. ഇതിലാകെ 3 കിലോമീറ്റർ കാണിക്കുന്നുള്ളൂ. മിക്കവാറും ഒരു അരമണിക്കൂർ വേണ്ടി വരും ഇവിടുന്ന് പോകാനായിട്ട്. അപ്പോൾ ശരി, അവിടെ എത്തിയിട്ട് ഞാൻ വീഡിയോസ് എടുക്കാം. അങ്ങനെ നമ്മൾ ജോസ് ആലുക്കാസിലെത്തി. ഇവിടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണിച്ചു തരുമോ? നല്ല ഭംഗിയുണ്ടല്ലോ മാനൊക്കെ ആയിട്ട്. ദിസ് ഈസ് ഓൾസോ പ്രിറ്റി. ഇതൊക്കെ ഒരു സെറ്റായിട്ട് ഇടണം പറ്റുന്നല്ലേ കല്യാണങ്ങൾക്കൊക്കെ. ഒറ്റ മാലയിട്ട്. പണ്ടൊക്കെ ക്രിസ്ത്യൻസ് ആയിരുന്നു കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഹിന്ദുസ് റിസപ്ഷന്. അതെ, ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഹിന്ദുസ് ആയിരിക്കും. ആനയൊക്കെ ഉണ്ട്. ഇതൊന്നും ഞാൻ ഇട്ടു നോക്കാം. ഞാൻ അവിടെ ഇരിക്കാം. ഇത് എത്ര പവൻ വരുന്നുണ്ട് ഏട്ടാ? അതൊരു 4 പവൻ. ഇതിൽ പേൾസും ഡയമണ്ട്സും. ഡയമണ്ട്സ് ഒക്കെ ക്ലാരിറ്റി ഒക്കെ എങ്ങനെയാ? PVS ആണ്, EF കളറാണ് നമുക്ക് നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ കമ്മലൊന്ന് കാണിച്ചു വെറുതെ നോക്കാം. വെറുതെ ഇങ്ങനെ ഇട്ട് കാണിച്ചു തരാം. സോ പ്രിട്ടി അല്ലേ? അമ്മ എൻ്റെ കല്യാണത്തിന് വാങ്ങിച്ചു തന്നോട്ടെ, മറക്കണ്ട. ഇതും ഒരു സ്പെഷ്യൽ കളക്ഷൻസ് ആണ്. ഇതിലെന്താ പ്രത്യേകിച്ച് നമുക്ക് ഈ സ്റ്റോൺസ് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഗ്രീൻ ആക്കണമെങ്കിൽ ഗ്രീൻ ആക്കാം. അങ്ങനെ 3 തരം സ്റ്റോൺസ് ഇതിൽ അവൈലബിൾ ആണ്. സ്റ്റെഡും ഉണ്ട്. നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് നമുക്കിത് കഴിക്കാന്നുള്ളൂ. സ്ക്രൂ ഉണ്ട്, ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് തന്നെ ഫിക്സ് ചെയ്യാവുന്നുള്ളൂ. ഓക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. സിമ്പിളായിട്ട് ഇടാം. പക്ഷെ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിനായിട്ട് എത്ര വരും ഇതിന്? 4 lakhs ഉണ്ട് താഴെ. ഇതിന്റെ കമ്മൽ അങ്ങനെ കമ്മൽ ഇതല്ല, ഇത് സെറ്റ് കമ്മലുണ്ട് നമ്മുടെ റെഡിയിലുണ്ട്. ഭയങ്കര സിമ്പിളാണ്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. അത് കുറച്ചും കൂടി എനിക്ക് കുറച്ച് സിമ്പിളായിരിക്കും നല്ല ഭംഗിയുണ്ടാവുക. അതെ. ഈ തൃശ്ശൂർ ഒരു ജോസേ ഉള്ളൂ? ഒരെണ്ണേ ഉള്ളൂ അല്ലേ? ഇത്ര മതി. ഇത് നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ഈ ഡയമണ്ട്സ് മാല വേണം. പക്ഷെ എന്നാൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ദേ ക്യാൻ ഗോ ഫോർ ദിസ്. ഇതിൽ കുറച്ച് ഗോൾഡ് ഇത്തിരി കൂടുതലായിട്ട് കാണുന്നുണ്ട്, പക്ഷേ ആസ് വെൽ ആസ് ഡയമണ്ട്സും കാണുന്നുണ്ട്. വെരി സിമ്പിളാണിത്. എനിക്ക് ഭയങ്കര
അടുത്തത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ്, എവറി ഡേ വെയറിന് പറ്റിയ ഒരു മാലയാണ്. ഇറ്റ്സ് ഓൾസോ വെരി പ്രിറ്റി നോ അല്ലേ അവ? ആ പ്രിറ്റി. ഞാൻ വല്ല ജ്വല്ലറി ഷോപ്പിൽ കയറിയ ആന കരിമ്പൻ തോട്ടത്തിൽ കയറുന്ന മാതിരിയാ. ഏത് മറ്റേ നല്ല രസമുണ്ട് അല്ലേ? എന്താ പറയുക, കുറച്ച് സിമ്പിളല്ല, കുറച്ച് ഗോഡി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ഗോ ഫോർ ദിസ്. ആ കമ്മൽ ഈസ് വെരി പ്രിറ്റി. വെരി പ്രിട്ടി. ഇത് മതി ഒരു കല്യാണത്തിനല്ലേ? ചേച്ചിക്ക് ഇഷ്ടമാണ് ആണല്ലേ? ഇത് എത്ര പവന് വരുന്നുണ്ട് ചേട്ടാ? 5 പവൻ അല്ലേ? ഇതോ 3.5 പവൻ. അപ്പം 3.5 പവനും പിന്നെ 5 പവനും. പക്ഷെ കാണുമ്പോൾ കുറച്ച് ഗോഡിയായിട്ടും തോന്നുന്നുണ്ട്. ഈ വള എത്ര വരണേ? 2.5 പവൻ. അതും ഭയങ്കര കുറച്ചൊരു 5 പവൻ്റെ ലുക്ക് ഉണ്ട് ആക്ച്വലി. ഇത് രണ്ടും മതി ആക്ച്വലി ഒരു കല്യാണത്തിന്. ഇതെന്ത് ഡിസൈൻ എന്നാ പറയാ? ആൻറ്റിക് അല്ല, ലക്ഷ്മി മാല അങ്ങനെയൊക്കെ പറയില്ലേ നമ്മൾ? ആൻറ്റിക്കിൽ വരുന്നത്. നല്ല അടിപൊളിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സ്ക്രൂ അല്ല, എനിക്ക് സ്ക്രൂ ടൈപ്പ് ഇഷ്ടമല്ല. അപ്പം പൊതുവെ ഇങ്ങനത്തെ വലിയ വളകൾ സ്ക്രൂ ടൈപ്പായിട്ടാണ് അല്ലേ? പക്ഷെ ഇത് നല്ലൊരു ഓപ്ഷനാണ്, കുറച്ച് വലുതുമാണ്. ആ അവിടെ മതി. ഓക്കെ അവിടെ മതിയില്ലേ? പറ്റില്ലേ? മറ്റേത് ഓട്ട അടഞ്ഞിട്ടുണ്ട്, ഒരു 2-3 മാസമായി. അതും ഇതും ഇതാവില്ലല്ലോ കുത്തി കഴിയുമ്പോൾ. എന്താ അമ്മ അവിടെ എന്തൊക്കെയോ മേടിക്കുന്നു? അയ്യോ നിറതവിടെ. അമ്മ കുത്തി, അമ്മ അതും കൂടി നോക്കണില്ല. അമ്മ ഇസ് വൺ ബിസി. Oh my god. Okay. അമ്മ ഇത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയായി.
മോളെ നീ പറഞ്ഞു ചേച്ചി ചെയ്തതിന് നീ ചെയ്യാൻ വേണ്ട സ്ട്രോക്ക് അയ്യോ കയറിയാ ഇത് 2 മിനിറ്റ് വരെ ഇരുന്നോട്ടെ, അല്ലെങ്കിൽ അത് കേറില്ലാന്ന് തോന്നുന്നു. കൊമ്മടാ എന്നെ വെള്ളം കൊടുക്കും. ആ ഗൈസ്, ഞാൻ മൂക്കുത്തി ഇപ്പം അമ്മയ്ക്ക് മൂക്കുത്തണമെന്ന് പറഞ്ഞ സൈഡിലിപ്പോൾ മൂക്കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ല, അമ്മയ്ക്ക് മൂക്കുത്തി നീ സുന്ദരിയൊക്കെ. ഇന്ന് ഇതെടുക്കുന്ന പറഞ്ഞിട്ടാ ഞാൻ കുത്തത്. വേണ്ടടാ. അമ്മ അവിടെ ഇരുന്നേ. ഇവിടെ ഇരുന്നോ കുത്ത്. ഇതെന്നെ കുത്തി. റൈറ്റിലെ ലെഫ്റ്റിലല്ലേ? ടിഷ്യൂ വേണോ? വേണ്ടടാ. കുത്തമ്മ. പിന്നെ അമ്മ അവരാദ്യമായിട്ടല്ല കുത്തുന്നത്. അമ്മ ഒന്നുമില്ല, ക്ലിക്ക് എന്നൊരു സൗണ്ട് വരും, അത്രേ ഉള്ളൂ. അമ്മക്ക് സുന്ദരിയാവണ്ടേ അമ്മ? എന്റെ പേടിയുണ്ടോ? ആർക്കാ പേടിയുണ്ടോ? ഇതൊന്ന് നോക്കട്ടെ ഞാൻ. ബ്രാൻഡഡ് ആണോ നോക്കണം അമ്മ? എന്താ കാട്ടുന്നേ? ആ അമ്മ ഒന്നും ആവില്ല എന്റെ അമ്മ. അങ്ങനെ പഠിക്കും, ഒന്ന് ഷൂട്ട് ചെയ്യും. അത്രേ ഉള്ളൂ. 20 minutes later. ഒന്നുമില്ല, അമ്മ കൈ അനക്കണ്ട. 3, 2, 1. അതന്നെ, കൺഗ്രാറ്റുലേഷൻസ്. അത്രേ ഉള്ളൂ. ഇതാ ചായ കൊടുത്തോ. അമ്മ ആദ്യം ഇത്തിരി വെള്ളം കുടിച്ചോ. എനിക്കങ്ങനെ പരക്രമൊന്നുമില്ല. ആദ്യത്തെ പേടിയായിരുന്നു ഇവിടെയൊക്കെ ചോരയൊക്കെ വന്നപ്പോ. അല്ല, അതെന്താ ചോര പറയാൻ കാരണം വെച്ചാൽ അത് കുത്തി നമ്മൾ അപ്പൊ തന്നെ ഊരിയില്ലേ, അതുകൊണ്ടാണ് ചോര. പക്ഷെ ഭംഗിയുണ്ട് അമ്മക്ക്. അപ്പൊ ഇനി ബാക്ക് ടു യൂട്യൂബിലിടുന്നു. ഗുരുവായൂർ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. എത്രയ്ക്ക് ട്രാഫിക് ഉണ്ടാവും അറിയില്ല. കുറച്ച് വേദന ഉണ്ട് കേട്ടോ. ഫുള്ള് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ചോരയൊക്കെ വന്ന് ഭയങ്കര സീനായിരുന്നു. അപ്പോൾ എന്നെ കണ്ടിട്ട് എന്താ ചേച്ചി പറഞ്ഞേ? ചേച്ചിക്ക് ഇഷ്ടമായി. നിങ്ങളുടെ ചെറിയ മൂക്കല്ലേ, അത് നല്ല ക്യൂട്ടാണ് കാണാനായിട്ട്. എൻ്റെ ഈ മത്തങ്ങ മൂക്കായതുകൊണ്ട് കുറച്ച് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബൈ ഗൈസ്.